തങ്കതങ്കരദാരുയെന്നൊരു ചിത്രചാതുരികാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ തർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ ഇളങ്ങുമീശോനെ വാഴ്ത്തുവീ. ഇത്തരം ഒരു പരിപാടിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇത്ര മാത്രമല്ല നിരവധി വയോജനങ്ങളുണ്ട്. എന്നാൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ അല്ലെങ്കിൽ ഒരേ സമയത്ത് എല്ലാവരെയും കൂട്ടി ഇങ്ങനൊരു പരിപാടി നടത്താനുള്ള അപര്യാപ്തത അല്ലെങ്കിൽ കുറവ് കൊണ്ടാണ് ഓരോ വാർഡിൽ നിന്നും ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും വയോജന വിഭാഗത്തിൽ നിന്ന് അങ്ങനെ 2 തരത്തിൽ വരണമെന്ന അറിയിപ്പ് കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിൻ്റെ വക ഒരു കൈയടി ആദ്യം കൊടുക്കണം. കാര്യം ഇവിടെ വിഷ്ണു സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഓരോ യോഗത്തിന് പോകുമ്പോഴും നമ്മുടെ കുടുംബശ്രീയുടെ അടക്കമുള്ള യോഗങ്ങളിൽ പോകുമ്പോൾ ഒരു ഈശ്വര പ്രാർത്ഥന പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെ എണീറ്റ് നിന്ന് മിണ്ടാതെ മൗനമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ആരും ഒരു വാക്കുപോലും മിണ്ടത്തില്ല. പക്ഷെ അതിനുപരിയായിട്ട് ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞപ്പോൾ തന്നെ വളരെ ആക്റ്റീവായിട്ട് വളരെ ആഗ്രഹത്തോടു കൂടി അമ്മ ഇവിടെ വരികയും 2 വരിയെങ്കിൽ 2 വരി മനോഹരമായിട്ട് പാടുകയും ചെയ്ത അമ്മ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിക്ക്. 2 അല്ലെങ്കിൽ 3 തലമുറയുടെ അനുഭവ സമ്പത്തുമായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നുള്ളത്. സദസ്സുള്ളവർ നമുക്ക് ഒട്ടനവധി നേരിട്ട അനുഭവങ്ങൾ, ഒട്ടനവധി അനുഭവങ്ങൾ, മകൻ, അച്ഛൻ, ഭാര്യ, സഹോദരങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ശൈലിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ജീവിതശൈലി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി അനുഭവിച്ചറിഞ്ഞ് ഒരു റെസ്റ്റ് ഇനി കുറച്ചു കാലത്തേക്ക് വിശ്രമ ജീവിതം നയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അങ്ങനെ കഴിയുമോ എന്ന് എനിക്ക് സംസാരിച്ചവരെല്ലാം ഇന്നത്തെ ഒരു വയോജന ദിനം ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, മുൻ കാലഘട്ടത്തിലൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലെ നമ്മുടെ അപ്പൂപ്പൻ, അമ്മുമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ എന്നുള്ളൊരു കാഴ്ചപ്പാട്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുന്നതിൽ അവർ വഹിച്ചിരുന്ന പങ്ക്, അതുമൂലം കുട്ടികൾക്കുണ്ടായിരുന്ന അറിവ്, കൊച്ചു കാലങ്ങളിലൊക്കെ തന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും കഥ പറഞ്ഞ് കുട്ടികളെ കൂടെ കൂട്ടുകയും നമ്മുടെ പ്രകൃതിയൊക്കെ കാണിച്ച് അവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം 5 ദിവസമേ ആയുള്ളൂ. പെട്ടെന്നുണ്ടായ അസുഖം മൂലം, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ അമ്മ കാഷ്യൂ ഫാക്ടറി ജോലി ചെയ്യാൻ വരുന്ന ഒരു പരിചയവുമെല്ലാം എനിക്കുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് 97ലേക്ക് പ്രത്യേകിച്ചും മാഞ്ചോല എസ്റ്റേറ്റിലടക്കം ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ മാമനോട് ഫ്രണ്ടിലിരിക്കൊണ്ട് ആയ കാലത്തോടെ എല്ലാം ജോലി ചെയ്തു. ഇവിടെ ഒരു അമ്മ വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അവസ്ഥകൾ പറയുണ്ടായി. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് അമ്മയുടെ പൊന്നു മക്കളാണ് എന്ന് പറയുന്നത്. പക്ഷെ അമ്മയുടെ ദുഃഖം എന്താണെന്ന് അറിയത്തില്ല. അമ്മ മധുരമുള്ളതല്ല. എങ്ങനെ കെട്ടി കഴിഞ്ഞ മാസം 3-ാം തീയതി ഞാൻ പോയി. ഇന്നലെയും ഞാൻ രാവിലെ തൊട്ട് രാത്രി 10 മണി വരെയും ഞാൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചു നടക്കാൻ്റെ മോഹമില്ല കരളേ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല
പങ്കെടുക്കാം നമുക്കറിയാം ഒക്ടോബർ 1 വയോജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതാണ്. എല്ലാവരും ഇവിടെ വന്ന് ഓരോ ജനകാപുത്രിയോടും അനുജനോടും കൂടെ ഒരു നാളൊരു മരുതനാവിയ രാവേണ ഒരു തന്മ വിരുദന വന്നുവാന ഒരു കൺവന്മനയച്ചു വന്നു അയച്ചു അവനും പോയി നിർമ്മണിയറയിലെ നിർമ്മല ശയയിലെ വീരവിരാമയാൻ മാറുമെങ്കിൽ ചന്ദനമണമൂറും നിന്മണിയറയിലെ സിന്ദൂര പുഷ്പമായി മാറും. കൺമകനെ എന്റെ പൊന്നുമകനെ എന്നുമല്ലാതിൽ നീ ഉണ്ടാകണമേ. പുണ്യവാദി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ മാറിയെങ്കിൽ ശൃംഗാരമകൂറും നിന്നാണിയറിനെ എന്നുമല്ലി മാറി പടരുമല്ലോ. എൻമണിയറയിലെ നിർമ്മല ശയയിലെ നീരനിരാളമായി ഞാൻ മാറിയേ. പ്രിയമായ ഗോപാത്രികൾ സരസിക പുത്രേ നവിതന്തിയേ തുമിലെല്ലാം ആടിച്ചേട്ടം മകളെല്ലാം കൂടിക്കുമ്പോൾ മുകിൽ വണ്ണൻ കൈക്കേരാമേ തവറന്തര ഒരു പേരോ മാറിയാറേ അറിയാറിൻ മുകളേറി ഓരോരോ തുടനെ തൂങ്ങി കരമാറില്ല സ്വന്ന കുഴലൂതും നേരം മുകിൽ വന്ന കയ്യാലിന്മേ അരുളാരുതയ്യോ കരുളിമാന്നേറേ സരസമായി ഉടുക്കുന്ന താരെ മത്താന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താനുള്ളേ നമുക്ക് അബുദാബിക്കാരൻ പുതുമണവാളൻ നിത്താവിനൊരുങ്ങി വരും. ഓ നിത്താവിനൊരുങ്ങി വരും. മുഹമ്മദ് വരവായി പുൻപ്രഭവിതറിയജ്ഞത നീക്കി ഭൂമിയിൽ നിരവായി 40 വയസ്സ് തികയുള്ള സമയം മുഹമ്മദ്
കുറേശികൾ നബിയെ വധിക്കാനായി തിരക്കി നടപ്പായി ഉന്നതമാലിൻ കുടമാലകളാൽ ഹാരമണിയിലിട്ടു അങ്ങാടിയിലെ തെണ്ടികളെ കൊണ്ടേറുകൾ അറിയിച്ചു ഒരു രക്ഷയില്ല ഒരു മാറ്റമില്ല മുഹമ്മദ് നബിക്കന്ന് കുറേശികൾ തളർന്നു കുറേശികൾ മടുത്തു ഉപദ്രവമായപ്പോൾ പരിപാവനദീനിൻ രക്ഷകനായി മുഹമ്മദ് വരവായി. നമ്മുടെ ആരോഗ്യത്തിന് കാരണം 1970 വളം എന്ന് പറഞ്ഞ് കെമിക്കൽ വന്നത് കേട്ടാ. അതുവരെ ഞങ്ങൾ ഇതിനെല്ലാം നല്ല ആഹാരങ്ങളായിരുന്നു. ഇന്ന് അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ആഹാരങ്ങൾ മൊത്തം വിഷമാണ്. അത് കഴിച്ച് വളർത്തുന്നതാണ് നിങ്ങളാക്കി. അതുകൊണ്ടാണ് അല്ലാതെ ഒരു രഹസ്യമായിട്ട് ഇത്രയേ ഉള്ളൂ. ശ്രീരാഗത്തിലും വാണരുളും നിന്മാണിക്കവേണ തന്തിയല്ലോ ഓങ്കാരനാഥമേപ്പോ വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളും ദിഖരിയാതെ പ്രിയപിരിത്താലാമോടി എങ്ങനോരഞ്ഞോ തേടി കൂടത്തി ഇല്ലെല്ലാം കാട്ടിലെ തുള്ളിക്കു പോയപ്പം ഉള്ളാരാലെന്നെ ോരോ പഞ്ചാവർണ്ണ കൂടി എങ്ങനെ പോലോ വെയിലേറെ നടന്നിട്ട കനലേറെ കൊണ്ടിട്ട വ്യാസാലെ പോലോ കേടങ്ങോരോ മുക്കാലി മൂക്കൂട്ടി എങ്ങനെ പോലോ മുൻപേ വെള്ളം ഒന്തി കൂടി ചാപ്പോട്ട്